ഈ പ്രഭാതത്തിലും യേശുക്രിസ്തുവിനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുതിയ ദിവസം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ ആനന്ദകരമായി തീരുവാൻ ഏവർക്കും കർത്താവ് ധാരാളം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നാം ചിന്തിച്ചു വരുന്ന ന്യായപ്രമാണം കൃപയും സംബന്ധിച്ചുള്ള ധാരാളം വ്യത്യാസങ്ങൾ. ന്യായപ്രമാണം എന്താണ്, എന്തല്ല, കൃപ എന്താണ്, എന്തല്ല, ഇത് രണ്ടും തമ്മിലുള്ള അന്തരം അത് എത്രമാത്രമാണ്, ന്യായപ്രമാണത്തിന്റെ പരിധികൾ, കൃപയുടെ സമൃദ്ധികൾ, കൃപ നൽകുന്ന ആനുകൂല്യങ്ങൾ നാം ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നാം കൂടുതൽ വാക്യങ്ങൾ എടുത്ത് പഠിച്ചത് റോമാലേഖനവും ഗലാത്യലേഖനവുമൊക്കെയാണ്. ഗലാത്യലേഖനത്തിന്റെ തന്നെ പ്രമേയം എന്ന് പറയുന്നത് ആദിമ സഭയിൽ ഒരു വിവാദം, ഒരു തർക്ക പ്രശ്നം, അതിനെ അപ്പോസ്തലന് കിട്ടിയ മറുപടി, വെളിപ്പാടിൽ പൗലോസ് നൽകിയ ദൂതുകളാണ് ഗലാത്യലേഖനത്തിൽ നാം കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 15 ഫസ്റ്റ് ജെറുസലേം കൗൺസിൽ ന്യായപ്രമാണം കൃപയും തമ്മിലുള്ള ഒരു വിവാദമായി. അത് തന്നെയായിരുന്നു ആദിമ സഭയിലെ ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയം. കൃപയ്ക്ക് അധീനരായി സഭ പോകണമെന്നതായിരുന്നു യെരുശലേം സുനകദോസിന്റെ അന്തിമ വിധി. ഈ ശ്ലൈകിക വിധിയെ കാറ്റിൽ പറത്തി ന്യായപ്രമാണത്തിലേക്ക് ജനത്തെ വലിച്ചിഴയ്ക്കുന്ന പല ഉപദേശങ്ങളും അപ്രകാരമുള്ള ആശയങ്ങളും ഒക്കെ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ യഹൂദ പ്രമാണം, മോശയിക പ്രമാണത്തെ ഉയർത്തിപ്പിടിക്കുന്ന കൽപ്പനവാദികൾ സഭയിൽ നുഴഞ്ഞു കയറുന്നതിനെതിരെ ക്രിസ്തീയ സ്വാതന്ത്ര്യം വളരെ ശക്തിയുക്തം വെളിപ്പെടുത്തിയ പൗലോസിന്റെ ഈടുറ്റ ലേഖനമാണ് ഗലാത്യലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗലാത്യലേഖനം 1:10 ന്യായപ്രമാണം നമ്മെ ശപിക്കുന്നു എന്നുള്ള കാര്യം നാം കാണുന്നത്. ന്യായപ്രമാണം അനുസരിക്കാത്ത ഏവർക്കും വരുന്ന ശാപത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം 28:15 മുതൽ 69 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. എന്നാൽ ആവർത്തന പുസ്തകം 28:1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളാണ് ആദ്യത്തെ വാക്യങ്ങളായി നാം ഒറ്റ പാരഗ്രാഫിൽ പഠിക്കുന്നത്. എന്നാൽ അതിന് 3 ഇരട്ടി ശാപങ്ങളാണ് അനുസരിക്കാത്തവർക്ക് ന്യായപ്രമാണം നൽകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആവർത്തന പുസ്തകം എപ്പോഴും 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹ വാക്യങ്ങളായി, ഏത് സന്ദർഭങ്ങളിലും ഒരു അനുഗ്രഹ വചസ്സുകളായി നാം ഉരുവിടുന്നത് ആ ഭാഗങ്ങളാണ്. എന്നാൽ താഴോട്ട് വരുന്നതെല്ലാം കൽപ്പന ലംഘിക്കുന്നവർക്കുള്ള ശാപങ്ങളാണ്, അതിന്റെ ശിക്ഷാവിധികളാണ്, അതിന് ലഭിക്കേണ്ട ന്യായമായ ശിക്ഷകളാണ്. എന്നാൽ ഗലാത്യലേഖനം 3:13 വലിയൊരു സദ്വർത്തമാനം, ഒരു സുവാർത്ത അപ്പോസ്തലൻ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ദൈവകൃപ നമ്മെ ആ ശാപത്തിൽ നിന്ന് വിലക്കുവാകും. ന്യായപ്രമാണം ലംഘനക്കാർക്ക് വിധിച്ച ശാപം കൃപ നാം അനുഭവിക്കുവാൻ നമ്മളെ വിളിക്കുകയും അപ്പോൾ തന്നെ ശാപത്തിന് കീഴിൽ നിന്ന് നമ്മെ വില കൊടുത്തു വാങ്ങുകയും ചെയ്യും. കൃപ നമ്മെ വിടുവിക്കുന്നു. അപ്രകാരമുള്ള ശാപബന്ധനങ്ങളെ കൃപ അഴിച്ചു മാറ്റും. ന്യായപ്രമാണത്തിന്റെ ശാപങ്ങളെ കൃപ ഇല്ലാതാക്കും, റദ്ദ് ചെയ്യും, ക്യാൻസൽ ചെയ്യും, നമ്മളെ വിലയ്ക്ക് വാങ്ങും. ഇപ്പോൾ ആ ശാപത്തിന്റെ അടിമത്തത്തിന് കീഴിലല്ല നാം എന്ന് വളരെ വ്യക്തമാക്കി ഗലാത്യലേഖനം 3:13 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത പ്രധാനപ്പെട്ട ഒരു ആശയം നാം ഇന്നത്തെ ചിന്തയിൽ പഠിക്കേണ്ടത്, ന്യായപ്രമാണം കൊല്ലുവാൻ കൽപ്പനയിടുന്നു. പാപം ന്യായപ്രമാണത്തെ ഉപയോഗിച്ചാണ് എന്നെ കൊന്നതെന്ന് പൗലോസ് പറയും. എന്റെ അർത്ഥം, ആത്മീയമായ മരണം പാപം കൽപ്പനയാൽ എന്നെ കൊല്ലുന്നു. അങ്ങനെ എത്ര പേരെയാണ് ഈ ലോ കൊന്നുകളഞ്ഞത്. കല്ലെറിഞ്ഞു കൊല്ലലായിരുന്നു ഏറ്റവും അധികമായിട്ടുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, കൃപയാകട്ടെ നമ്മെ ജീവിപ്പിക്കുന്നു. വളരെ വ്യക്തമായ ഒരു ആശയം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, സ്വയം മരിക്കുകയും മറ്റുള്ളവരെ ജീവിപ്പിക്കുകയുമാണ് കൃപ ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 10 ഒരു നല്ലിടയനെ കുറിച്ച് നാം കാണുമ്പോൾ, ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുവാൻ വന്ന, ജീവൻ എടുക്കുവാൻ വന്ന ധാരാളം അവതാരങ്ങളുണ്ട്. എന്നാൽ ജീവൻ നൽകുവാൻ വന്ന നല്ലിടയനായ യേശുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 10 പ്രതിപാദിക്കും. യോഹന്നാന്റെ സുവിശേഷം 8:1 മുതൽ 11 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ന്യായപ്രമാണം കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവന്ന ആളെ കൃപ വിടുവിക്കുന്നു. അവളെ ശിക്ഷിച്ചില്ല, അതിന് പകരം ആ സഹോദരിയെ വീണ്ടും ജീവിപ്പിച്ചു. ഇത്രമാത്രമേ ഉള്ളൂ. ആവർത്തന പുസ്തകം 22:21 ന്യായപ്രമാണം ഒരു വ്യഭിചാരിയെ കല്ലെറിയുന്നു. എന്നാൽ യോഹന്നാൻ 8 നാം വായിക്കുമ്പോൾ കാണുന്നത് കല്ലെറിയുവാൻ ഉള്ള കൽപ്പനയല്ല. യേശു കർത്താവ് പറയുന്നത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്നതായിരുന്നു ആ സഹോദരിയോടുള്ള, പാപത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീക്ക് നേരെയുള്ള കൃപയുടെ വിധി. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കർത്താവിന്റെ കയ്യിൽ എറിയാനുള്ള കല്ല് മോശ കൊടുത്തതാണ്. യഹൂദന്മാരെപ്പോഴും മോശയുടെ ന്യായപ്രമാണം ഉയർത്തിപ്പിടിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ എപ്പോഴും കല്ല് എറിയുവാൻ എടുക്കുന്നു. യേശുവിനെ എറിയുവാൻ കലവരെടുത്തു. അവരുടെ കയ്യിൽ എപ്പോഴും മൂത്തവരുടെയും ഇളയവരുടെയും കയ്യിലെല്ലാം കല്ലുണ്ട്. യഥാർത്ഥത്തിൽ ആ ഭാഗം നാം പഠിക്കുമ്പോൾ, യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന ഈ സ്ത്രീയുടെ ഈ പ്രത്യേക പാപം അവർ അവിടെ വെളിപ്പെടുത്തുമ്പോൾ, ഈ പാപത്തിന് ആ സഹോദരി മാത്രം പോരാ, ഇവർ പറയുന്ന പാപമാണെങ്കിൽ 2 പേർ ഇവിടെ ശിക്ഷിക്കപ്പെടണം. ഈ കൽപ്പന ലംഘനത്തിന് 2 പേർ ഒരുപോലെ കുറ്റം ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്ന അടുത്ത വ്യക്തി ആരാണ്? ഈ കൽപ്പന ലംഘനം ഈ സ്ത്രീക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു പാപമല്ല. അവിടേക്കാണ് കർത്താവ് എന്ന് വെളിച്ചം വീശി. എന്റെ ചിന്തയിൽ കല്ലുകൊണ്ട് വന്നവരെല്ലാം കല്ല് ഉപേക്ഷിച്ചിട്ട് പോകുവാൻ കർത്താവ് അല്പസമയം നിലത്തിലേക്ക് നോക്കി ആ മണ്ണിൽ എഴുതിക്കൊണ്ടേയിരുന്നു. കാരണം അവർ വിട്ടുപോകുവാൻ കർത്താവ് അവരെ അനുവദിച്ചു.
എന്തൊരു വലിയ കൃപ, എന്തൊരു അപാരമായ കൃപ, എത്ര വലിയ മഹത്തരമായ കൃപ. യഥാർത്ഥത്തിൽ ആ സഹോദരിയെ കർത്താവ് മരണത്തിൽ നിന്ന് വിടുവിക്കുകയായിരുന്നു, ആ കല്ലിൽ നിന്ന് ഉയർപ്പിക്കുകയായിരുന്നു. ആ കല്ലിപ്പോൾ അവളെ മൂടിയേനെ, പക്ഷെ അതിനു മുമ്പേ കർത്താവ് ഇടപെട്ടു. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ കർത്താവ്, ഇതാണ് സ്നേഹത്തിന്റെ സുവിശേഷം, ഇതാണ് കൃപയുടെ സദ്വർത്തമാനം, ഇതാണ് ദൈവ കൃപയുടെ സന്ദേശം. ഇതിനെയാണ് നാം കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവ് നൽകുന്ന വചനങ്ങൾക്ക് കൃപയുടെ ഒരു ആത്മാവുണ്ട്, അത് നമ്മളെ ജീവിപ്പിക്കുകയാണ്. ഈ ചിന്ത നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രഭാതത്തിൽ വളരെ 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 അനുഗ്രഹമായി തീരും എന്നുള്ളതിന് ഒട്ടും സംശയം. നാം കൃപയുടെ കൂട്ടവകാശികളാണ്, നാം കൃപയുടെ സഹകാരികളാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും നാം അനുഭവിക്കുന്നത് ദൈവ കൃപയാണ്. പ്രിയമുള്ളവരെ, ആ കൃപ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരു നിമിഷം പോലും നിലനിൽക്കുവാനോ ജീവിക്കുവാനോ കഴിയത്തില്ല. നാം ദൈവസ്ഥയിൽ നിൽക്കുന്നത് കൃപയാണ്. പൗലോസ് പറയുന്നു, ഞാൻ ആകുന്നത് കൃപയാണ്. ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്നത് കൃപയാണ്. ഓരോ നിമിഷം നമ്മെ വഴി നടത്തുന്നത് ഈ കൃപയാണ്. നാം ഒത്തിരി ആശയങ്ങൾ ഈ ദിവസങ്ങളെല്ലാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. നമുക്ക് ദൈവസ്ഥയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റിയാൽ നാം നിസ്സഹരാണ്, അശക്തരാണ്, ബലഹീനരാണ്, നാം പരാജയപ്പെട്ടു. നമ്മെ നിൽക്കുമാറാക്കുന്നത് അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവന്റെ സന്നിധിയിൽ കളങ്കമില്ലാത്ത ഒരു ആനന്ദത്തോടെ ദൈവം നമ്മെ നിർത്തുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെച്ച്. നാം നിൽക്കുകയല്ല നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ മിടുക്കോ നമ്മുടെ ശക്തിയോ നമ്മുടെ ഔന്നത്യങ്ങളോ നാം നേടിയതോ നമ്മുടെ നേട്ടങ്ങളോ നമുക്കുണ്ടെന്ന് പറയുന്ന ഒന്നുമല്ല നമ്മെ നിർത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ നിലനിർത്തുന്നത് ദൈവകൃപയാണ്. പ്രവചനം 5-ാം അധ്യായത്തിലേക്ക് ആ ചിന്തകളാണ് പ്രാരംഭ വാക്യങ്ങളിൽ പഠിക്കാൻ കഴിയും. നാം നിൽക്കുന്ന ഈ കൃപ നമുക്ക് പ്രവേശനം നൽകിയത്. കാരണം എല്ലാ പ്രവേശന വാതിലും നമ്മുടെ മുമ്പിൽ അടഞ്ഞതാണ്. തിരശ്ശീല കാണിക്കുന്നത് അതിരുകളാണ്, പരിധികളാണ്, പരിമിതികളാണ്. നമുക്ക് പ്രവേശനം നിഷേധിച്ചതാണ് തിരശ്ശീല കാണിക്കുന്നത്. പക്ഷെ എല്ലാ തിരശ്ശീലയും കർത്താവ് മാറ്റി. ദേവാലയത്തിലെ തിരശ്ശീല ദാണ്ടെ കൈ തൊടാതെ കീറിയിരിക്കും. ദേഹമെന്ന തിരശ്ശീല കർത്താവിന്റെ മരണത്തിൽ രണ്ടാക്കപ്പെട്ടു, പിളർക്കപ്പെട്ടു. കണ്ടേ, ആകാശത്തിലെ തിരശ്ശീല കടന്ന് സ്വർഗോന്നതികളിലേക്ക് പോകുന്ന ഒരു മഹാപുരോഹിതൻ. പ്രൈസ് ദി ലോർഡ്. അതിനർത്ഥം നിങ്ങളെയും ആ കർത്താവ് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുത്തും. അവനിരിക്കുന്ന അതേ ആ പ്ലേസിൽ എന്നോടുകൂടി അവരും ഇരിക്കും. അതെ, നിങ്ങളും ജയിച്ച് കർത്താവ് കുഞ്ഞാടിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കും, വരം നൽകും. പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ ഇരിക്കുന്നത് പോലെ നാമും കർത്താവിന്റെ സന്നിധിയിൽ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെടും. അപ്രകാരം ഒരു ഭാവികാല പ്രത്യാശ കർത്താവ് നൽകുന്നു. ആ കൃപ നമ്മളെ ഓരോ നിമിഷവും ആ പ്രത്യാശയിലും വളർത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആത്മാവും ദേഹവും അശേഷം അവന്റെ പ്രത്യക്ഷയിൽ അനന്യമായി വെളിപ്പെടുവാൻ കാക്കപ്പെടും. നിങ്ങൾ വിളിക്കുന്ന വിശ്വസ്തരാകും. അവനത് ചെയ്യുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ പ്രവൃത്തിയല്ല, നിങ്ങളുടെ ക്രിയകളല്ല, നിങ്ങളുടെ തീരുമാനങ്ങളല്ല. കർത്താവ് നിങ്ങളിൽ ചെയ്യും. ഇച്ഛിക്കായെന്നും പ്രവർത്തിക്കായെന്നും നിങ്ങളിൽ തിരുവുള്ളം ഉണ്ടായിട്ട് കർത്താവല്ലോ ചെയ്യുന്നത്. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്യങ്ങളൊക്കെ നമ്മളെ വിപ്ലവകരമായ മാറ്റത്തിലേക്ക് നിങ്ങൾ നയിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ പ്രയത്നം അവസാനിപ്പിക്കുന്നിടത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുടങ്ങും. നിങ്ങൾ നിർത്തുന്നിടത്ത് കർത്താവ് ആരംഭിക്കും. നിങ്ങൾ വിശ്രമിക്കുന്നിടത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ ആശ്രയിക്കുന്ന സമയം മുതൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും. പ്രിയമുള്ളവരെ, നാം ഇല്ലാതാകുന്നിടത്ത് കർത്താവ് നമ്മളിൽ ജീവിക്കുവാൻ തുടങ്ങും. പൗലോസ് പറയുന്നു, ഇനി ഞാനില്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കും. നമുക്ക് ഇന്നത്തെ ചിന്തകൾ വളരെ അനുഗ്രഹമായി തീരണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.